പരിശുദ്ധവും പരിപാവനവുമായ ഈ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമായി. ഈ പുണ്യമായ റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗമായ മദീന പള്ളി അല്ലെങ്കിൽ മദീന എന്ന നാട് ഇൻഷാ അള്ളാഹ് കഥ പറയുന്ന മദീന എന്ന തലക്കെട്ടിലൂടെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ മദീനയെ കുറിച്ച് ചരിത്രം പഠിക്കുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ചരിത്ര പഠനമാണ് ഇൻഷാ അള്ളാഹ്. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ച കഥ പറയുന്ന മദീന എന്ന മനോഹരമായ ഒരു തലക്കെട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും ആ മദീനയിൽ ഒന്ന് ചെല്ലുവാനും വലിയ തൗഫീഖ് അള്ളാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ പുണ്യമായ റബീഉൽ അവ്വലിന്റെ ആദ്യ പകലിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. എല്ലാവരും ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ മനോനുകരങ്ങളിൽ കൽബകങ്ങളിൽ വല്ലാത്ത ആത്മഹർഷത്തിന്റെ ഏറ്റവും വലിയ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന സുദിനങ്ങളാണ് പുണ്യ റബീഉൽ അവ്വൽ. 1500ാമത്തെ നബിദിനമാണ്, റബീആണ് ഈ കടന്നു വന്നിരിക്കുന്നത്. അള്ളാഹു മുത്തനബി തങ്ങളെ സ്നേഹിക്കുവാൻ, പരിശുദ്ധ മദീന കാണാൻ, മുത്തനബിയെ സ്വപ്നത്തിൽ കാണാൻ വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ഈ ചാനൽ ഓരോ ദിവസങ്ങളും ഓരോ കാറ്റഗറി, ഓരോ വിഭാഗങ്ങളാണ് ചർച്ച ചെയ്യുക. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ഓരോ ചരിത്രങ്ങളാണ് മനസ്സിലാക്കുക, ചരിത്രങ്ങൾ പഠിക്കുകയാണ്. ചരിത്രം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇൻഷാ അള്ളാഹ് ഈ പുണ്യമായ റബീഉൽ അവ്വലിൽ എല്ലാ തിങ്കളാഴ്ചയും കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയം ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. മദീനയുടെ പള്ളി, ആ മദീനയുടെ ഓരോ തൂണുകൾ, മദീനയുടെ കിണറുകൾ, മദീനയുടെ കുന്നുകൾ, നബി തങ്ങളുടെ ജീവിതം എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനും പകർത്താനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്ന ആ നാടാണ് മദീന. മദീനെ ആഗ്രഹിക്കാത്ത വിശ്വാസികളില്ല, മദീന കൊതിക്കാത്ത വിശ്വാസികളില്ല, മദീനത്ത് പോകാൻ ആഗ്രഹിക്കാത്ത അനുരാഗികളില്ല. അത്രമാത്രം വിശ്വാസികളുടെ കൽബ് മദീനയിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഈമാനു ലയരിസു ഇലൽ മദീന കമാ യരിസുൽ ഹയ്യത്തുൽ ഹുജ്രിഹാ. നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ മദീനയിലേക്ക് എല്ലാവരും മടങ്ങും, ഈമാൻ മടങ്ങും എല്ലാവരുടെയും. എങ്ങനെയാണ്? പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീന നമുക്ക് വല്ലാത്ത അനുരാഗമാകണം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, മദീനയ്ക്ക് വലിയ മഹത്വമൊന്നുമില്ല, സൗദി അറേബ്യയുടെ അധികാരം കിട്ടിയാൽ ആദ്യമായി തകർക്കുന്നത് മദീനയുടെ പച്ചക്കുബ്ബയായിരിക്കുമെന്നൊക്കെ വിവരമില്ലാത്ത ചില ആളുകൾ പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ലാ യഖ്റുജു മിൻഹാ അഹദുൻ റഗ്ബതൻ അൻഹാ ഇല്ലാ അബ്ദലഹല്ലാഹു മാ ഹുവ ഖൈറുൽ ലഹാ മിൻഹു വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മദീന ഇഷ്ടമല്ല എങ്കിൽ ആ ഇഷ്ടമുള്ള ആളുകളിലേക്ക് അല്ലാഹു മദീന എത്തിച്ചു കൊടുക്കും. ആ മദീന അത്രമാത്രം മഹത്വമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് മദീന. കാരണം എന്താണ്? മദീന മാത്രമല്ല, മക്കയിലും പോകാൻ നമുക്ക് വലിയ സന്തോഷമാണ്. 2 ഹറമുകൾ നമുക്ക് വലിയ സന്തോഷമാണ്. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക ഫജഅലഹാ ഹറമാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു മക്കയെ ഹറമാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നി ഹറംതുൽ മദീനത ഹറമാ. അല്ലാഹുവേ, എനിക്ക് അല്ലാഹു മദീനയെ ഹറമാക്കി തന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ മദീനക്ക് മഹത്വമുണ്ടുമ്മ, ആ മദീനക്ക് മഹാത്മ്യമുണ്ട്. നബി തങ്ങൾ പറയുന്നു, മൻ അറാദ അഹ്ലൽ മദീന ബിസൂഇ അദബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ആരെങ്കിലും മദീന നിവാസികളെ ബുദ്ധിമുട്ടിച്ചാൽ, മദീന നിവാസികളെ വേദനിപ്പിച്ചാൽ അല്ലാഹു അവനെ ശിക്ഷ കൊടുക്കുമെന്ന്, അവനെ പരാജയപ്പെടുത്തും, അവനെ നാശത്തിലാക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൻ ഖാഫ അഹ്ലൽ മദീന ളുൽമൻ ഖാഫഹുല്ലാഹു അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതു വൻ
വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു യൗമൽ ഖിയാമ സർഫൻ വഅദില. ഞാൻ മദീനയെ കുറിച്ച് വേഗം ഒന്ന് പറഞ്ഞു പോകണം. ഒരാൾ മദീന നിവാസികളെ വേദനിപ്പിച്ചാൽ, അവരെ ഭയപ്പെടുത്തിയാൽ, അവരോട് മോശമായി പെരുമാറിയാൽ മനുഷ്യരാശിയും ജിന്നുകളും മലക്കുകളും എല്ലാം അവനെ ശപിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ മദീനയുടെ മഹത്വം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, നമ്മളെല്ലാവരും മരിക്കും. ഈ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും, ഈ പറയുന്ന ഞാനും കേൾക്കും, നിങ്ങളൊക്കെ മരിക്കും. നബി തങ്ങൾ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? മദീന. നിങ്ങൾ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നാട്ടിൽ മരിക്കാൻ ആഗ്രഹിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഫല്യമുത്ത്, മരിച്ചു കൊള്ളട്ടെ. ബിഹാ അകൂന ലഹു ഷഫീഅൻ ഔ ഷഹീദ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവന് ശുപാർശകനായി ഞാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടെയാണ്? അതാണ് മദീന. അജബിനാലെ പാരിലെ ആറ്റലായ നൂറേ, അഹദവന്റെ ദൂതുമായി വന്നണഞ്ഞ പൂവേ, ഇരുൾ നിറഞ്ഞ നാട്ടിലെ പ്രഭമറഞ്ഞ കാലം, അഖിലമെന്നും വാഴ്ത്തിടാൻ സബബും എന്റെ ജീവേ. മുത്തിൻപിറവിയിൽ സന്തോഷ നാളിൽ മക്കത്തൊളികത്തിനൂറ് തെളിഞ്ഞ് സാവതടകവും പറ്റി വരണ്ട്, ലാത്തയും ഉസ്സയും ബിംബങ്ങൾ വീണ് നൂറേ അങ്ങി ആലമില്ലണഞ്ഞ്, ഹൈറേ വിണ്ണിൽ ശോഭയായി തെളിഞ്ഞ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന, ആ മദീന വല്ലാത്ത അത്ഭുതത്തിന്റെ കഥകൾ പറയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കം മദീനയുടെ ചില ചരിത്രങ്ങളും സംഭവങ്ങളും മഹത്വം പറഞ്ഞു എന്ന് മാത്രം. ആ മദീന നമുക്ക് കഥ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് എല്ലാ തിങ്കളും, ഈ റബീഉൽ അവ്വലിന്റെ എല്ലാ തിങ്കളാഴ്ചയും കഥ പറയുന്ന മദീന എന്ന തലക്കെട്ട് നമ്മൾ ചർച്ച ചെയ്യുക. മദീനയിലെ ഓരോ മണൽ തരികളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അള്ളാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് മദീന കാണാൻ, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മദീന, ആ മദീന കഥ പറയുന്ന ഒന്നാമത്തെ രംഗമെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ വരികയാണ്. എവിടെ നിന്ന്? മക്കയിൽ തീരെ നിക്കക്കള്ളിയില്ലാത്ത ജന്മനാടിനോട് വിട പറഞ്ഞ് അള്ളാന്റെ റസൂൽ യസ്രിബ് എന്ന മദീന എന്ന നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളെയാണ് നബി തങ്ങളെ സഹചാരിയായി, ഗൈഡായി അള്ളാഹു തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ 4 വശവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ വൃത്താകൃതിയിൽ നടന്ന് കുറച്ചു നേരം വലതുഭാഗത്ത് നടക്കും, കുറച്ചു ഭാഗം ഇടതുഭാഗം, കുറച്ചു നേരം മുന്നിൽ, കുറച്ചു നേരം പുറകിൽ. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുക, നടന്നു പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖോരെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം കിട്ടിയാൽ കുടിക്കാമായിരുന്നു. ആരാ പറയുന്നത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് തന്നെ കാരുണ്യമായി പടച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീന നമുക്ക് പറഞ്ഞു തരുന്ന കഥയാണ്. അൽഹംദുലില്ലാഹ്, ആ മദീന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയം കേൾക്കുന്ന ഉമ്മമാരെ, ചരിത്രം പഠിക്കുന്നവരെ, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉംറയ്ക്ക് പോകുമ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിക്കുമ്പോ AC ബസ്സുകളാണ്. ദാഹമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല. ആ ബസ്സിലിരുന്ന് ഇങ്ങനെ യാത്ര പോകുമ്പോ മനസ്സിലേക്ക് വരണമുമ്മ, ഇതുവഴിയാണല്ലോ എന്റെ റസൂലുള്ള നടന്നു പോയത്, ഇവിടെയാണ് എന്റെ ഹബീബിന് ദാഹം സംഭവിച്ചത്. അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങൾ അവിടെ കുറച്ച് ആടുകളെ കാണുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാൻ നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി അവിടെ ഉമ്മു മഅബദ് എന്ന് പറയുന്ന അവരാണ് അവിടെ എന്തുണ്ടായത്? ആടിനെ മേച്ചുകൊണ്ടിരുന്നത്. ഉമ്മു മഅബദ് എന്നവരാണ് ആടിനെ മേച്ചുകൊണ്ടിരുന്നത്. അവരെന്ത് ചെയ്തു? ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് പാല് തരണം കുടിക്കാൻ. ഉമ്മ മഅബദ് പറഞ്ഞു, ഇത് കറക്കാൻ പറ്റിയ ആടുകളല്ല, കുട്ടികളാണ്, കറക്കാറായിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് 2-3 ആടുകളെ ഇങ്ങോട്ട് വിളിക്കുക. ആ 2-3 ആടുകളെ വിളിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കൊണ്ടുവന്നു. നബി തങ്ങളുടെ മുബാറക്കാക്കപ്പെട്ട കൈ കൊണ്ട് അതിന്റെ അകിടിലേക്ക് തടകി. സുബ്ഹാനല്ലാഹ്,
ബിസ്മി പറഞ്ഞങ്ങോട്ട് പാല് കറക്കാൻ തുടങ്ങിയപ്പോ ആ ആടിന്റെ കുട്ടി പാല് ചേർത്താൻ തുടങ്ങിയെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, കേൾക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു ആവേശമാണ്. പാല് തരാ പ്രായമാകാത്ത ആട് പാല് ചുരത്തി കൊടുത്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമ്മ മഅബദും വയറ് നിറച്ചു കുടിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ വയറ് നിറച്ച് പാല് കുടിച്ചു, അബൂബക്കർ തങ്ങൾ കുടിച്ചു, ക്ഷീണമകറ്റി പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു പോവാണ്. ഈ സമയം മദീനയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്ത് മദീന നിവാസികൾ ഇങ്ങനെ കാത്തിരിക്കാണ്, പൂനിലാവ് വരുന്നതും കാത്ത്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അവർ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഉയരമുള്ള ഈന്തപ്പന മലയുടെ മരത്തിന്റെ മുകളിൽ കയറി നിൽക്കണം. അവിടെ നിന്ന് ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് അറിയിപ്പ് തരണം. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ആ പ്രകാശം ഇങ്ങനെ കടന്നു വരികയാണ്. തോലാ അൽ ബദ്റു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅതാ ബിൽ അംറിൽ മുത്താഇ ജിഅതാ ശറഫതൽ മദീന മർഹബൻ യാ ഖൈറദാഇ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ. അല്ലാഹ്, മദീനയിൽ വല്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്. മുത്ത് നബി തങ്ങൾ മദീനയിൽ കടന്നു വന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. മദീന വല്ലാത്ത സന്തോഷം. നമ്മൾ ഇനിയാണ് കഥ പറഞ്ഞു തുടങ്ങുക. മദീനയിൽ എത്തി നബി തങ്ങൾ. ആ മദീന നമ്മോട് കഥ പറഞ്ഞ് ഒന്നാമത്തെ നൊമ്പരത്തിന്റെ കഥ എന്തെന്ന് കേൾക്കണ്ടേ? അള്ളാന്റെ റസൂലും സ്വഹാബത്തും മദീനയിലെത്തി. മദീനത്ത് പോകുന്നവരെ നമുക്ക് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ പനി വരാറുണ്ട്, അല്ലേ? വന്നിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് പനി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനത്ത് പോകും എന്തിനാണെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്ന് മഹാരഥന്മാർ പറയുന്നു, അള്ളാന്റെ റസൂലും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ പനി വന്നു. ആ പനി വന്നാൽ നിങ്ങൾ ഒരാളും കുറ്റം പറയാൻ പാടില്ല. മദീനത്ത് പോയി നിങ്ങൾക്ക് പനി ബാധിച്ചാൽ മദീന നിങ്ങളെ സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ രേഖപ്പെടുത്തി തരുന്നുണ്ട്. കാരണം നബി തങ്ങൾക്കും സ്വഹാബത്തിനും പനി വന്നു. അങ്ങനെ പനി പിടിച്ച് എല്ലാവരും വല്ലാതെ ഇടങ്ങേറായി. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചുരുണ്ടു കൂടി കിടക്കുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ ഈ രംഗം കണ്ട് പാട്ടുപാടി, കുല്ലംറിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. അല്ലാഹ്, മരണം ചെരുപ്പിന്റെ വാറോട് ചേർന്നിരിക്കുന്ന എന്നർത്ഥം വരുന്ന പദങ്ങൾ പാടി. ഇത് കേട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് കണ്ണുനീരോടെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോൻ, ഇതെന്തൊരു നാടാ, ഇതെന്തൊരു നാടാ പടച്ചവനെ. അല്ലാഹുവേ, എപ്പോഴും രോഗമാണല്ലോ. മക്ക മതിയായിരുന്നു, ഇവിടെ എപ്പോഴും രോഗമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഇത് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ തൊട്ടപ്പുറത്ത് ഒരാൾ ഇത് കേട്ടുകൊണ്ടിരുന്ന് കരയുകയാണ്. ആരെന്നറിയോ? ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വയ്ബ പാതിയിൽ ജീവേ ഖൈറിൻ മദൂളിയേ. അർശിനും കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് പെരുത്ത പൂവേ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. നബിതങ്ങൾ കരഞ്ഞു. നബിതങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ദുആ നടത്തി. ആ ദുആയാണ് മദീനയ്ക്ക് ഇത്ര മാത്രം മഹത്വം വരാൻ കാരണം. ആ ദുആയുടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ചരിത്ര പഠനം അവസാനിപ്പിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. നബിതങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന സ്വഹാബത്തിന് പനി ബാധിച്ച് ബിലാൽ റളിയല്ലാഹു അടക്കമുള്ളവരെ വല്ലാതെ സങ്കടപ്പെട്ടപ്പോ അല്ലാഹു
അള്ളാന്റെ റസൂല് 2 റക്അത്ത് നമസ്കരിക്കുന്നു. എന്നിട്ട് അള്ളാന്റെ ദർബാറിൽ മദീനയുടെ മേധാവ്, ഈ ലോകത്തിന്റെ മേധാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക. പടച്ചവനെ, ഞങ്ങളുടെ കൽബകങ്ങളിൽ മദീനയോട് അനുരാഗം തരണേ അല്ലാ. കഹുബ്ബിനാ മക്ക, ഞങ്ങൾക്ക് മക്കയോട്, ജന്മനാടാകുന്ന മക്കയോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ അതുപോലെ ഈ മദീനയോട് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വഹാബത്തിനും ഇഷ്ടം തരണേ അല്ലാ. പോരാ പോരാ, ഔ അശദ്ദ, മദീനയേക്കാൾ ഇഷ്ടം തരണം, മക്കയേക്കാൾ മദീനയോട് ഇഷ്ടം തരണം, മക്കയേക്കാൾ മദീനയോട് ഇഷ്ടം തരണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ, അല്ലാഹുമ്മ ഇജ്അൽ മാ ബറകതി ബറകതൈൻ. അല്ലാഹുവേ, മദീന പട്ടണത്തില്, മദീനയുടെ അളവ് പാത്രത്തില്, മദീനയുടെ എല്ലാറ്റിലും മർമരങ്ങളിലും മാമരങ്ങളിലും മരുഭൂമികളിലും മണൽത്തരികളിലും എല്ലാം നീ ബറക്കത്ത് തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ട് സ്വഹാബത്തിന്റെ രോഗം മാറാൻ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അതോടെ രോഗങ്ങൾ മാറി. എൻ്റെ പ്രിയമുള്ളവരെ, മദീനയിൽ അല്ലാഹു ബറക്കത്ത് ഇറക്കാൻ തുടങ്ങി. ഈത്തപ്പഴ മരങ്ങൾ കായ്ക്കാൻ തുടങ്ങി, ഈത്തപ്പഴ മരങ്ങൾ കായ്ക്കാൻ തുടങ്ങി, മൃഗങ്ങൾ പാല് ചുരത്താൻ തുടങ്ങി. പിന്നെ മദീന അങ്ങോട്ട് ആനന്ദമാണ്. അന്ന് തുടങ്ങിയ പ്രണയമാണ് മദീനയോട് വിശ്വാസികൾക്ക്. ഇൻഷാ അല്ലാഹ് കഥ പറയുന്ന മദീനയുടെ 2ാമത്തെ ഭാഗം നമ്മൾ അടുത്ത തിങ്കളാഴ്ച ചർച്ച ചെയ്യും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം നമുക്ക് റബീഉൽ അവ്വൽ എല്ലാ തിങ്കളാഴ്ചയും കഥ പറയുന്ന മദീനയാണ്. മദീനയുടെ കിണറിന്റെ ചരിത്രങ്ങൾ, ഓരോ തൂണിന്റെയും ചരിത്രങ്ങൾ, മദീനയുടെ വാതിലിന്റെ ചരിത്രം, അങ്ങനെ തുടങ്ങി എല്ലാ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. മദീന കണ്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അല്പം വൈകിയിട്ടുണ്ട്. സാധാരണ ഒരു 12 മിനിറ്റ് നമ്മൾ തീർക്കും. ഒരു 15 മിനിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടുക. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന നമ്മുടെ ആശയം. എല്ലാവരും വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നാണ് ആ മജ്ലിസിന്റെ പേര്. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ പാടി പറയുന്ന മജ്ലിസാണ്. ആ ചരിത്രം നിങ്ങൾ കേൾക്കണം. ഇൻഷാ അല്ലാഹ് ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.